ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറേ പാലക്കട ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കണ്ടില്ലേ നമ്മുടെ കാച്ചിങ് ക്ലിപ്സ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൂടാതെ ഒത്തിരി ഐറ്റംസും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇയറിങ്സ് കാണാം. നല്ല ഭംഗിയുള്ള ഇയറിങ്സ് ആണ് വരുന്നത്. അടിയിൽ താഴെ പേളാണ് വരുന്നത്, നടുക്ക് ഇവിടെ സ്റ്റോൺസ് ആണ്, മേളിലായാലും സ്റ്റോൺസ് ആണ് വരുന്നത്. കുഞ്ഞൊരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലൊക്കെ വരുന്ന ഒരു ഇയറിങ്സ് ആണ്. നല്ല ഭംഗി കേട്ടോ. അല്ലെങ്കിൽ ഈ ലീഫില്ലേ, നമ്മുടെ ഇലകളില്ലേ, ഇലകളുടെ പെറ്റൽസ് പോലെ വരുന്ന ഇയറിങ്സ് ആണ്. വളരെ ലൈറ്റ് വെയ്റ്റിലാണ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഒത്തിരി ഹെവി ആയി തോന്നും, പക്ഷെ വളരെ ലൈറ്റ് വെയ്റ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള കളേഴ്സിൽ വരുന്ന ഇയറിങ്സ് ആണ്. ഇത് നമ്മൾ 5 കളേഴ്സ് എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതിന് ഒരു പീസിന് വരുന്ന 52 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോളൂ. നല്ല നല്ല കളേഴ്സ് ആണ്. കാണാം കളേഴ്സ് ഏതൊക്കെയാണ്. ഇപ്പോൾ ഗ്രീൻ അവൈലബിൾ ആണ്, നമുക്ക് പിങ്ക്, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പിങ്ക് അവൈലബിൾ ആണ്. ഇനിയുള്ള കളേഴ്സ് പറയുന്നത് നമ്മുടെ മെറൂൺ അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ അറിയാനായിട്ട് പറ്റും. മെറൂൺ അവൈലബിൾ ആണ്. പിന്നെ വൈറ്റ്, എല്ലാത്തിൻ്റെയും കൂടി മാച്ചായി പോകുന്ന നമ്മുടെ വൈറ്റ് അവൈലബിൾ ആണ്. താഴെ കണ്ടോ, പേൾസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. വളരെ ലൈറ്റ് വൈറ്റ് ആണ്. പിന്നെ വരുന്നത് നമ്മുടെ വയലറ്റ് ഷെയ്ഡ്, അതും കൂടിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെ എടുക്കുക. ഒപ്പം വേറെ ഐറ്റംസും കൂടി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് വേണമെങ്കിൽ ഒന്നും കൂടി എല്ലാം ഒരുമിച്ച് കാണിക്കാമേ ഞാൻ. ഇത്ര കളേഴ്സിലാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെ എടുക്കണേ. നല്ല കളേഴ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഐറ്റം. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, അതിന് ഞാൻ ഗ്യാരണ്ടി ആണേ. ഒരു സ്റ്റാറിന്റെ ഷേപ്പിൽ വരുന്ന ഇയറിങ്സ് ആണ്. ഫുൾ സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. മേളിലായാലും താഴെയായാലും എല്ലാം കംപ്ലീറ്റ് സ്റ്റോൺസ് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസും കൂടിയാണ്. ജസ്റ്റ് 40 റുപ്പീസേ വരുന്നു. ബാക്കിൽ പ്രസ്സേഴ്സ് ആണ് കേട്ടോ വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ ഇയറിങ്സിന്റെ നമ്മൾ ബാക്കിൽ കാണിച്ചില്ലല്ലോ. ഇതിന്റെ ഈ പേൾ ഇയറിങ്സിന്റെ ബാക്കിൽ പ്രസ്സേഴ്സ് ആണ് വരുന്നത്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വരുന്ന പ്രസ്സേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ. നല്ല അടിപൊളി ഐറ്റം ആണ്. 40 റുപ്പീസിന് നല്ല അഫോർഡബിൾ ആണ്. അടുത്ത് ഞാൻ കുറച്ച് റിങ്സ് കാണിച്ചാലോ. അതേ കണ്ടോ, റിങ്സ് എന്ത് ഭംഗിയാണെന്ന് കണ്ടില്ലേ. നല്ല സ്റ്റോൺ വർക്ക്, കുഞ്ഞു സ്റ്റോൺ വർക്ക്സ് വരുമ്പോൾ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് റിങ്സ് വരുന്നത്. നമ്മുടെ ഫുൾ വൈറ്റ് സ്റ്റോൺ, നമ്മുടെ ഡയമണ്ട് സ്റ്റോണിന്റെ തന്നെ ലുക്ക് വരുന്ന പോലെ വൈറ്റ് സ്റ്റോണിൽ വരുന്ന റിങ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് മൾട്ടി കളറിൽ വരുന്ന റിങ് അവൈലബിൾ ആണ്. പിന്നെ അതുകൂടാതെ ഫുൾ റൂബി, ഇത് നമുക്ക് കുറച്ചും കൂടി അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ മേടിക്കുമ്പോൾ എൻ്റെ വിരലിന്റെ അത്ര സൈസ് ഇല്ല നിങ്ങളുടെ വിരൽ, അല്ലെങ്കിൽ വിരലിന്റെ വണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ. നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ. എന്ത് ക്യൂട്ടാണെന്ന് കണ്ടില്ലേ. നല്ല രസമുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ പർച്ചേസ് ചെയ്തോളൂ. നല്ല സൂപ്പർ ബഡ്ജറ്റ് റേറ്റിനും കൂടിയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇതായിരുന്നു കേട്ടോ ആ 3 റിങ്സ് എന്ന് പറയുന്നത്. നല്ല രസമില്ലേ. അപ്പോൾ വേണ്ടവർ വേഗം ബുക്ക് ചെയ്തോളൂ, ഇല്ലെങ്കിൽ വേഗം തന്നെ സോൾഡ് ഔട്ട് ആയി പോവേ ഐറ്റം. വളരെ നൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് ഓപ്പൺ റിംഗ് അല്ല, ഇത് ഓപ്പൺ റിംഗ് ആണ്. നമുക്ക് സൈസ് ഇഷ്യൂ വരില്ല. ഇതും ഓപ്പൺ റിംഗ് അല്ല കേട്ടോ, ക്ലോസ്ഡ് ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. വിരലിന്റെ വണ്ണം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ. അടുത്ത് നമുക്കൊരു ബാംഗിൾ കണ്ടാലോ. സൈസ് ഇഷ്യൂ ഒന്നും വരാത്ത പോലെയുള്ള ഒരു ബാംഗിൾ കണ്ടാലോ. അത്രയും തിക്കായിട്ടത് നോക്കിക്കേ, ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അത്രയും തിക്കായിട്ട് വരുന്ന ബാംഗിളാണ്. ഒരൊറ്റ എണ്ണം ഇട്ടാൽ മതി. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് അല്ലേ ഇങ്ങനത്തെ തിക്കായിട്ടുള്ള ബാംഗിൾസ്, അല്ലെങ്കിൽ ഇത്ര വീതിയുള്ള ഒറ്റ ബാംഗിൾ കയ്യിലിടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പാറ്റേണിൽ വരുന്നതാണ്. വൈറ്റും അതുകൂടെ ഗോൾഡൻ സ്ട്രൈപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സൈസ് ഇഷ്യൂ ഒന്നും വരില്ല. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കയ്യിലേക്ക് ഇടാവുന്നതേ ഉള്ളൂ. ഇത്രയും തിക്കാണ്. നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയാണ്. അത്യാവശ്യം വെയിറ്റും ഉള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ വിഷുവിനൊക്കെ നമുക്ക് കേരള സാരി ഒക്കെ ആണെങ്കിൽ മാച്ചിങ് ആയി പോകും. വൈറ്റ് എല്ലാത്തിൻ്റെയും കൂടി തന്നെ ബ്ലെൻഡ് ആയി പൊക്കോളൂ കേട്ടോ. കളർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഓഫീസ് വർക്കിലൊക്കെ ഡെയിലി ഇങ്ങനെ ഫാഷനബിൾ ആയിട്ട് ഇടാനും പറ്റുവേ. നല്ല രസമുള്ള ബാംഗിൾസ് ആണ്. പൊട്ടത്തില്ല ഒരിക്കലും. കയ്യിൽ നിന്ന് താഴെ വീണാൽ പോലും പൊട്ടത്തില്ല കേട്ടോ. അത്രയ്ക്ക് തിക്നെസ് ആണ് ഈ വള എന്ന് പറയുന്നത്. അപ്പം മേടിച്ചോളൂ. ഇതാണ് ഐറ്റം എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് കാച്ചിങ് ക്ലിപ്സ് കണ്ടാലോ. നമുക്ക് കാച്ചിങ് ക്ലിപ്സ് കാണാം അല്ലേ. നല്ല രസം കേട്ടോ. ഇതിന്റെ
പാറ്റേണും അതേപോലെ തന്നെ മെറ്റീരിയലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പേഴ്സണലി. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്മൂത്ത് ആണ് കേട്ടോ. ഇത് കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓരോന്നിനും ഓരോ മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ടാവില്ല. അത് നല്ല ക്വാളിറ്റിയും അതേപോലെ നല്ല സ്മൂത്ത്നെസ് ആണ്. നമ്മുടെ മുടി ഒരിക്കലും പൊട്ടിപ്പോകത്തില്ല ഇതിലൊന്നും തട്ടിയിട്ട്. ഇത് നോക്കി അത്രയ്ക്ക് സ്മൂത്ത് ആണ്. നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ അറിയാനായിട്ട് പറ്റുമേ. നല്ല ഫ്ലവറിന്റെ പാറ്റേണിൽ വരുന്ന കാച്ചിങ് ക്ലിപ്സ് ആണ്. ഇതൊക്കെ മീഡിയം സൈസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇടാനായിട്ട് പറ്റും. ഇത്ര മുടിയുള്ളവർക്കും മുടി കുറവുള്ളവർക്ക് പോലും ഇടാനായിട്ട് പറ്റുമേ. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ്. ഇതാണ് ആദ്യത്തെ കളർ പറയുന്നത്. കുറച്ച് നമ്മുടെ സാൻഡിന്റെ ലൈറ്റ് സാൻഡിന്റെ കളറിൽ വരുന്നത്. പിന്നെ ഒരു പേർപ്പിൾ ഷെയ്ഡ്. ബ്ലാക്ക് എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ. അത്രയ്ക്കും ഹെവി ബ്ലാക്ക് എന്നൊക്കെ പറയില്ല, അത്രയ്ക്കുള്ള ബ്ലാക്ക് ആണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ അടുത്ത് പീച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആഷ് കളർ വരുന്നുണ്ട്. ഈ ഒരു കളറും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇത്ര കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നല്ല സ്മൂത്ത് ആട്ടോ മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്ത് നോക്കാം. അത്രയ്ക്ക് സ്മൂത്ത് ആണ് കേട്ടോ. ഈ മെറ്റീരിയൽ തൊടുമ്പോൾ നമുക്ക് അറിയാനായിട്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റുമേ. ഇതാണ് കേട്ടോ ഐറ്റംസ്. അപ്പോൾ കാച്ചിങ് ക്ലിപ്സ് വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കൂ. നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. 50 രൂപയുടെ ബാംഗിൾസിൽ നമ്മൾ 26 എന്ന സൈസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പാറ്റേൺ പോകുന്നത്. ജസ്റ്റ് 50 റുപ്പീസേ ഉള്ള ഒരു ബാംഗിൾസ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. 24 യൂസ് ചെയ്യാം. അപ്പോൾ കിട്ടാത്തവർ ഇനി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ. ഈ ആണ് കേട്ടോ പാറ്റേൺ പോകുന്നത്. ഇവിടെ മിറർ വർക്ക് പോലെയുള്ള ഇങ്ങനെ നല്ല ഷൈനിങ് ഉള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ ഹൊറിസോണ്ടലും വേർട്ടിക്കലും കുറേ ലൈൻസ് ആണ് പോകുന്നത്. പിന്നെയും ഇങ്ങനത്തെ വർക്കാണ് പോകുന്നത്. അങ്ങനെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഗോൾഡൊക്കെ മേടിക്കാൻ നല്ല റേറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ മേടിച്ചാൽ നമുക്ക് ഗോൾഡ് അല്ല എന്ന് ആരും പറയത്തില്ല. അത്രയും നല്ല ഭംഗിയുള്ള വളകൾ വളരെ ബഡ്ജറ്റ് റേറ്റിന് കൂടി നമുക്ക് കിട്ടുകയും ചെയ്യേ. ഇതാണ് കേട്ടോ പാറ്റേൺ. ഇപ്പോൾ 24 ഉള്ളവർ പർച്ചേസ് ചെയ്തോളൂ. നിങ്ങൾക്കും ഓക്കെ ആയിരിക്കേ. പാലക്കട ബാംഗിൾസ് നമ്മൾ ഇപ്പം തന്നെ കൊണ്ടുവന്നു കേട്ടോ. ഇനി വിഷു ആവുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ പാലക്കട ബാംഗിൾസ് സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. നമ്മൾ ഒത്തിരി ഹെവി ആയിട്ടുള്ള പാറ്റേൺ കണ്ടിട്ടുണ്ട്. അതിന് പക്ഷെ അത്രയും നല്ല റേറ്റും കൂടി ഉണ്ട് കേട്ടോ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. 2 ബാംഗിൾസ് പോകുന്ന പോലെ അതിൻ്റെ നടുക്കാണ് സിമ്പിൾ ആയിട്ടുള്ള പാറ്റേണിൽ പാലക്ക പോകുന്നത്. ഗ്രീൻ കളറിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ജസ്റ്റ് 1 പീസിന് 300 അത്രേ വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ ആണ്. നമുക്കറിയാം അല്ലാതെ തന്നെ പാലക്കട ബാംഗിൾസിന് നല്ല റേറ്റ് ഉണ്ട്. 1 പീസിനൊക്കെ ഏകദേശം 500 മിനിമം ഒരു 500 എബോ എങ്കിലും പോകുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ജസ്റ്റ് 300 എന്ന റേറ്റിനാണ് കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കുക. സൈസ് 26ലാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ട്. കണ്ടില്ലേ പാറ്റേൺ കണ്ടില്ലേ, ലവ് ഷേപ്പിൽ വരുന്ന പാലക്കയാണ്. ഗ്രീൻ കളറാണ് വരുന്നത്. പിന്നെ ചെറുതായിട്ട് ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ഡയമണ്ടിന്റെ ഒരു ഷേപ്പിലൊരു ഡിസൈൻ, പിന്നെ ചെറിയൊരു ഫ്ലവറിന്റെ ഡിസൈൻ. അങ്ങനെയാണ് പാറ്റേൺ പോകുന്നത്. നല്ല സിമ്പിളാണ്, നല്ല ക്യൂട്ടാണ് കാണാനായിട്ടും. അപ്പോൾ 26 സൈസുള്ളവർ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കുക. പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സൈസിന്റെ അളവ് തീർച്ചയായിട്ടും നമുക്കൊരു ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒട്ടും സൈസ് ഇഷ്യൂസ് വരത്തില്ല ബാംഗിൾസിന്റെ കാര്യത്തിൽ. ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് പാറ്റേൺ പോകുന്നത്. ബാംഗിൾസ് ഇടാനുള്ള ഒരു കുഞ്ഞു ട്രിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കവർ എടുക്കുക. എനിക്കിപ്പോൾ ഇത്തിരി തിക്കുള്ള ഒരു കവറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കവർ എടുക്കുക. നമ്മുടെ കൈ ഇങ്ങനെ ഇടുക കേട്ടോ. ഇങ്ങനെ കവറിന്റെ ഉള്ളിൽ കവറിന്റെ വായ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കൈന്റെ ഇപ്പുറത്തേക്ക് വരണേ. അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം ജസ്റ്റ് നമ്മൾ വളകളോ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇടുമ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് വേദനിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഒത്തിരി ഇറങ്ങുമ്പോൾ നമ്മൾ ഈ കവർ ഇവിടെ നിന്ന് വലിച്ചാൽ മതി. അപ്പോൾ വലിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബാംഗിൾസ് ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് പോകും? ഇതിന്റെ ഉള്ളിലേക്ക്, കൈന്റെ ഉള്ളിലേക്ക് പോകും. അപ്പൊ നമുക്ക് കൈ വേദനിക്കാതെ തന്നെ ബാംഗിൾസ് ഇടാനായിട്ട് സാധിക്കും. കവർ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മതി. ഇത് ഇത്തിരി തിക്കുള്ള കവറാണ്. അപ്പൊ നിങ്ങൾ ലൈറ്റ് ആയിട്ടുള്ള കവർ എടുത്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ബാംഗിൾസ് ഇടാനായിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പ് ഞാൻ പറഞ്ഞു തന്നതാണേ. അപ്പോൾ ചെയ്ത് നോക്കൂ കേട്ടോ തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ അടുത്ത് വരുന്ന നമ്മുടെ പാലക്കയുടെ ഷോർട്ട് ചെയിൻസ് ആണ് വന്നിരിക്കുന്നത്. ബ്ലൂ കളറും വന്നിട്ടുണ്ട്, നമുക്ക് ഗ്രീനും വന്നിട്ടുണ്ട്, അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 3 ഗോൾഡൻ ബോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫിക്സഡ് ആണ്. ഇവിടെ മേളിൽ നമുക്ക് ഗ്രീൻ വരുമ്പോൾ എപ്പോഴും റൂബിയാണ് വരാറുള്ളത്. അതേപോലെ തന്നെ ബ്ലൂ വരുമ്പോൾ നമുക്ക് വൈറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ ഇവിടെ വരാറുള്ളത്. ഇത് വൈറ്റ് സ്റ്റോൺ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. ഷോർട്ട് ചെയിൻ്റെ മോഡലാണ്. ഇത് ഇങ്ങനെയാണ് ചെയിൻ പോകുന്നത്. ഇതാണ് ആവശ്യത്തിന് കണ്ണികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് 6 പിടിയുടെ ചെയിനാണ് വരുന്നത്. ഇനി അടുത്ത ബ്ലൂവും ഇതേപോലെ തന്നെ സെയിം പാറ്റേണിൽ ഇങ്ങനെയാണ് പോകുന്നത്. ബാക്കിൽ ഇതേ കണ്ണികളും കൊളുത്തുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പാലക്കയുടെ ഷോർട്ട് ചെയിൻസ് കേട്ടോ. ഇതാണ് ഐറ്റം. ഈ 2 ഐറ്റംസ് ആണ്.
ഇനി പാലക്കട വേറൊരു ഷോർട്ട് ചെയിനും കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതും കൂടി കാണിച്ചേക്കാം. ഇതാണ് കേട്ടോ പാലക്കട അടുത്ത മോഡലിൽ വരുന്ന ഷോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. ഈ ബോൾസിന്റെ പ്രത്യേകത ഉണ്ടോ, കുറച്ചും കൂടി റൗണ്ട്സ്, അതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഹോൾസ് കാണാനായിട്ട് പറ്റും. അങ്ങനെ വരുന്ന ബോൾസ് ആണ്. ഇത് ഈ പാലക്ക കുറച്ചും കൂടി വലുതാണ് കേട്ടോ, അത് കുറച്ചും കൂടി ചെറുതാണ്, ഇത് കുറച്ചും കൂടി വലുതാണ്. ഇവിടെ കുറെ റൂബി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്, ഗ്രീനിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഡിസൈൻ ഒക്കെ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ പോകുന്നതാണ്. ഇതും ഷോർട്ട് ചെയിനിൽ വരുന്ന പാലക്കയാണ്. ചെയിന്റെ പാറ്റേൺ ഇതാണ്, കൊളുത്തുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഐറ്റം. പിന്നെ നമ്മൾ ബ്ലൂ പാലക്കയ്ക്ക് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൂ ഇയറിംഗ്സും കൂടി കൊണ്ടുവന്നത്. വളരെ കുഞ്ഞൻ ക്യൂട്ട് ആയിട്ടുള്ള ഇയറിംഗ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് ഐറ്റം എന്ന് പറയുന്നത്. ജസ്റ്റ് 120 വരുന്നുള്ളൂ. ഇതാണ് കേട്ടോ, ബാക്കിലെ സ്ക്രൂസും കണ്ണികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഞാൻ എല്ലാവരുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.